Watch full episodes on Jio Hotstar. Hi, I am Shiva. Hi, Rudra here. താങ്ക്സ് രുദ്ര. നീ ഇന്ന് സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ആരും രക്ഷപ്പെടില്ലായിരുന്നു. ശിവ ടൈമിന് വന്നില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടില്ലായിരുന്നു. അല്ലേ ആദി? രുദ്ര, ഇതെന്റെ ഫ്രണ്ട്സ് ആണ്. ആദി, യൂഡി, രേവ. ഇവര് എന്റെ ഫ്രണ്ട്സ് ആണ്, മര ആൻഡ് വരുൺ. ഡോണ്ട് വറി അങ്കിൾ ആന്റി, ഞങ്ങൾ അവരെ ഉറപ്പായി രക്ഷിക്കും. ശിവ, മുത്തച്ഛനെയും എവിടെയും കാണുന്നില്ല. എന്താ? അതുപോലെ അപ്പൂപ്പനെയും കാണുന്നില്ല രുദ്ര. നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ആദ്യം അവർ ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഏത് പ്ലാനറ്റ് എന്ന് വന്നൊന്നും. സ്പേസ്ഷിപ്പ് ക്രിയേറ്റോ. ഇനി അല്പസമയം കൂടെ മതി. ഇവരുടെ എല്ലാ മന്ത്രശക്തികളും അങ്ങയിലേക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം അങ്ങയ്ക്ക് മാജിക് ചെയ്യാനാവും. കംപ്ലീറ്റ് 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 കംപ്ലീറ്റ്. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ എല്ലാ മാജിക് സ്കില്ലും ലോഡിസയുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയും. 11 ഗ്രഹങ്ങളിലെ പോലീസും ഇദ്ദേഹത്തിന്റെ പുറകെ തന്നെയാണ്. എന്നാൽ ലോഡിസയെ പിടിക്കുക എന്നത് ബുദ്ധിമുട്ടാണെന്നല്ല, അസാധ്യം തന്നെയാണ്. ഇദ്ദേഹത്തെക്കാൾ മിടുക്കരായ മറ്റൊരു കള്ളനെ കാണാനേ കിട്ടില്ല. നീ എന്നെ പ്രശംസിക്കുകയാണോ അതോ അപമാനിക്കുകയാണോ? നിന്റെ ബുദ്ധി എന്താ പുല്ല് തിന്നാൻ പോയോ? ഇനി നീ ഒന്നും മിണ്ടരുത്. ഇനി ഞാനാ പറയുന്നത്. നിങ്ങൾ പൈററ്റ് ആവട്ടെ അല്ലെങ്കിൽ ലോർഡ് ഓഫ് യൂണിവേഴ്സ് ആവട്ടെ, ഞങ്ങൾക്ക് അതിലൊരു കാര്യമില്ല. നിങ്ങൾ ആരൊക്കെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് അവരെ തുറന്നു വിട്. നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറയൂ. ഞാൻ ഈ മുഴുവൻ ലോകത്തുമുള്ള അമൂല്യ സാധനങ്ങളെയെല്ലാം ശേഖരിച്ച് എന്റെ കളക്ഷനിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ ഹോബിയാണ്. ഞാനൊരു കള്ളനോ കൊള്ളക്കാരനോ അല്ല, ഒരു കളക്ടറാണ് ഞാൻ. അമൂല്യവും വിചിത്രവുമായ സാധനങ്ങളുടെ കളക്ടർ. എല്ലാ പ്ലാനറ്റുകളിലെയും പോലീസുകാർ എന്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലോകത്തിലെ സ്പെഷ്യലി ടാലന്റഡ് ആയിട്ടുള്ള എല്ലാവരെയും പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ ടാലന്റ് എല്ലാം ഒരു ചിപ്പിൽ ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ട് ഞാൻ വളർത്തുന്ന ജീവികൾക്കുള്ളിലേക്ക് അത് സ്ഥാപിക്കുന്നു. ആരുടെ ശരീരത്തിൽ ഇരിക്കുന്നുവോ അവർക്ക് ഈ ലോകത്തിലെ എല്ലാ ഭാഷകളും കാര്യങ്ങളും മനസ്സിലാക്കാനാകും. എല്ലാ രീതിയിലുള്ള ഫൈറ്റിംഗ് സ്കില്ലും. അതിനേക്കാളെല്ലാം മുഖ്യമായി അവർ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കൂ. എന്റെ അടിമകളായിരിക്കും അവർ. എന്നാൽ മാജിക് ലോർഡ് റിസയുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവൂ. അദ്ദേഹം ചില ആളുകളുടെ മാജിക് സ്വന്തം ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ കുറച്ച് ബാക്കിയുണ്ട്. അതിനുശേഷം ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിന് മോഷ്ടിക്കാൻ പറ്റും, കൊള്ളയടിക്കാനാകും. ഒരു പോലീസിനും അദ്ദേഹത്തിനെ പിടിക്കാനാവില്ല. നിന്റെ ബുദ്ധി എന്താ പുല്ല് തിന്നാൻ പോയിരിക്കുകയാണോ? ഇത്രയും നേരമായി എന്നെ കള്ളനെന്ന് വിളിച്ചോണ്ടിരിക്കുന്നു നീ. നിങ്ങൾ കുട്ടികൾ എന്താ വിചാരിച്ചത്? ഇവിടെ അങ്ങ് എളുപ്പത്തിൽ വന്ന് ഞാൻ ബന്ധനസ്ഥരാക്കിയിരിക്കുന്ന ഭൂമിയിലെ ആളുകളെല്ലാം രക്ഷിച്ചു കൊണ്ടു പോകാമെന്നാണോ? ഇനി മുതൽ നിങ്ങളും എന്റെ ബന്ദികളാണ്. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ.
നീ കൃത്യസമയത്താണ് വന്നിരിക്കുന്നത് റൂക്കാക്ക. ഇല്ലാതാക്കവരെ. ഓ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം പോക്കാണ്. ഇവരെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല. നല്ല രസമുണ്ട്. ആദ്യമായിട്ടോ ഫൈറ്റ് ചെയ്യുമ്പോ ഇത്ര രസം തോന്നുന്നത്. എന്തൊരു ശക്തിയാണ് എനിക്കുള്ളത്. ഇനി ആ ത്രിമൂർത്തികളുടെ പവർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ തടയാൻ ആർക്കുമാവില്ല. ഇതൊക്കെ എന്താണ്? ഇവരെ അപ്പുറത്തെങ്ങാനും കൊണ്ടുപോയി തല്ലാൻ നോക്ക്. ഇവരെ ഞാൻ തീർച്ചയായും ഡിറ്റക്ഷൻ റൂമിലേക്ക് അയക്കും. ഇവരെ ഞാൻ എന്തായാലും ഡിറ്റൻഷൻ റൂമിലിടും. മനഃപൂർവ്വമാണ് ഇവരെല്ലാം ഇത് വലിച്ചെറിയുന്നത്. വരൂ വരൂ, എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വരൂ. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീ ആരാണ്? എന്റെ പേര് ശിവ എന്നാണ്. പിന്നെ രുദ്രയും കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ? എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ആഹാരം കഴിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ മുതൽ വെറും ആക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആരും കഴിക്കുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. ലഞ്ച് കൊണ്ടുവന്ന് സെർവ് ചെയ്യാൻ. അതുപോലെ റോക്ക് തന്തൂരി. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ലഞ്ച് കഴിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഈ കല്ലുകൾ കഴിക്കാൻ പറ്റില്ല. പ്ലീസ് ഡോണ്ട് മൈൻഡ്. നിങ്ങളതൊന്ന് കഴിച്ചു നോക്ക്. വളരെ ടേസ്റ്റ് ആണെന്ന്. എനിക്ക് വേണ്ടി സ്പെഷ്യലായി പ്ലാനറ്റ് ഓഫ് റോക്സിൽ നിന്നും വരുത്തുന്നതാണ് ഇതൊക്കെ. ഇതൊന്ന് ടേസ്റ്റ് എങ്കിലും ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ ഞാൻ ആ ആളുകളുടെ ഒപ്പം ലോക്കപ്പിൽ കൊണ്ടുപോയിടും. അവരാരും തന്നെ എന്റെ കൂടെ ലഞ്ച് കഴിക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റില്ല. എന്ത്? ഇത് നിങ്ങൾ എന്നെ അപമാനിക്കുന്നതാ? എന്നെ ഇൻസൾട്ട് ചെയ്യാണ്. നമ്മൾ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡിയാണോ? ഇനി ഞാൻ തന്നെ അവരെ നേരിട്ടോളാം. എല്ലാം റെഡിയാണ് സർ. Are you ready? Let's start. ഒരു മിനിറ്റ്. ഫ്യൂച്ചറിയാ, കുട്ടികളുടെ ഫ്യൂച്ചർ പറയേ. അവരെങ്ങാനും ഇവിടെ വരെ എത്തുമെന്നാണോ? ലോഡിസ, നിങ്ങളുടെ ഫ്യൂച്ചർ തീർത്തും ബ്രൈറ്റ് ആണ്. അതുപോലെ അവരുടെ ഡാർക്കും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ രണ്ട് പിള്ളേരെയും കൂടി അക്കലും നക്കലും ഇഴിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. പിന്നെ 3 പേരുടെ അങ്ങടെ സ്റ്റാർസും നോക്കുന്നുണ്ട്.
ആ ചെറിയ നക്ഷത്രങ്ങളുണ്ടല്ലോ, അതെന്റെ കളക്ഷന്റെ ഭാഗമാണ്. ഇന്ന് അവരെ കൊണ്ട് ഉപകാരമുണ്ടായി. എന്നാൽ നിന്റെ ഭവിഷ്യവാണിയിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഇനി അക്കലും നക്കലും എങ്ങാനും ഫെയിൽ ആവുകയാണെങ്കിൽ അപ്പൊ സ്റ്റാർസിനെ പറഞ്ഞു വിട്ടേക്ക്. അവരൊരിക്കലും തോൽക്കില്ല. ട്രാൻസ്ഫർ ദ പവേഴ്സ്. അതെ മെജീഷ്യ, ധൈര്യമുണ്ടെങ്കിൽ മാജിക് ഇല്ലാതെ പോരാട്. മാജിക്കുമായി പോരാടാൻ ലോഡീസ ഇപ്പൊ എത്തും. കുറച്ചു നേരം കാത്താൽ മതി. രുദ്ര, നീ ഒരു വശത്ത് നീങ്ങി നിൽക്ക്. മാജിക് ഇല്ലാതെ തന്നെ ഇവനെ ഞാൻ ശരിക്കൊരു പാഠം പഠിപ്പിക്കാം. ഇത് ചീറ്റിംഗ് ആണ്. നിങ്ങൾ രണ്ടുപേരുണ്ട്, അവൻ ഒരാളും. മാജിക് ഇല്ലാതെ നേരിടുന്ന കാര്യമാണ് പറഞ്ഞത്. എതിരിടാൻ എത്ര പേരുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞില്ലായിരുന്നു. നിന്റെ മെജിഷ്യൻ ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞോണ്ടിരിക്കോ അല്ലെങ്കിൽ ശിവയെ സഹായിക്കോ? എങ്ങനെ സഹായിക്കും? അവന് തല്ലു കിട്ടൂലേ. മാജിക് ഇല്ലെങ്കിൽ അവൻ യൂസ്ലെസ് ആണ്. എന്നാൽ ശിവയ്ക്ക് ഒരു മാജിക്കിന്റെ ആവശ്യമില്ല. കണ്ടില്ലേ അവൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നെന്ന്? എല്ലാരും പറയുന്നത് ഒന്നിനേക്കാളും നല്ലത് രണ്ടെന്നാ. രുദ്ര, നിനക്ക് ഇവരോട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. എന്റെ കൈ പിടിച്ചോ കൂട്ടുകാരാ. ഇപ്പൊ നിന്റെ കഴിവുകളെല്ലാം എന്റെ ഉള്ളിലേക്ക് വരും. മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ലല്ലോ. രുദ്ര, കുഴപ്പമൊന്നുമില്ല മോനെ. നീ വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മുത്തശ്ശ, എല്ലാം ശരിയാകും. ആദ്യം നമുക്ക് ഇവിടുന്ന് പോകാം. അവന്റെ കാര്യം ഞാൻ പിന്നെ നോക്കിക്കോളാം. വരൂ. ഞാൻ മാജിക് ആണ്. ഞാനാണ് മായാജാലം. മാജിക് ഇല്ലാതായപ്പോ പേടിച്ചു പോയി ശാക്ക. മാഡം കാണുങ്കോ, വേഗം പുറകെ വരൂ. ഞങ്ങളെ കൂടി കൊണ്ടുപോകും പ്ലീസ്. ഞങ്ങൾക്ക് അവരുടെ കൂടെ ജീവിക്കണ്ട. ഞങ്ങളും ലോർഡ് എർസിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകാനാണ്? ഞാനിപ്പോൾ വെറും യൂണിവേഴ്സിന്റെ പൈറേറ്റ് അല്ല, ഞാനിപ്പോൾ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാകില്ല. രുദ്രയുടെ പ്രായത്തെയും പിന്നെ രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ശിവ, നീ ഒന്ന് മാറി നിൽക്ക. ഇത് മാജിക്കൽ ഫൈറ്റ് ആണ്. ആകെ ഇത്ര മാജിക്കേ ഉള്ളൂ. ഇതിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നേ. മര്യാദയ്ക്ക് പൊരുതാൻ പോലും പറ്റുന്നില്ല. നിനക്ക് നിന്റെ ഈ ലൗഡ് സ്പീക്കർ കുറച്ചു നേരത്തെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റോ? കഴിവൂല, ഒരു കാര്യവും ചെയ്യില്ല. വായിൽ നാക്കിലാണെങ്കിലോ കുറവില്ല. നിന്നെ കൊണ്ടാണ് ഒരു ഗുണവും ഇല്ലാത്തത്. നിന്നെയാ ഗുണമില്ലാത്തത്. നിന്നെ കൊണ്ട് രുദ്ര, അവന് ഒരുപാട് മാജിക്കാരുടെ പവേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നിന്റെ മുത്തശ്ശന്റെ പവറും. അവനെ എതിരിടാനായിട്ട്, അതായത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാൽ അവനെ തോൽപ്പിക്കാനാവില്ലേ? കുറച്ചേരം മുമ്പ് നീ ഇത് പറഞ്ഞാണ് റോക്കിനോട് ഫൈറ്റ് ചെയ്തത്. ഗുഡ് ഐഡിയ. കൈ പിടിക്കൂ കൂട്ടുകാരാ. രുദ്ര പവർ കോപ്പി പേസ്റ്റോ. അതെ ശിവ, നീ മുൻപൊന്ന് മാറി നിൽക്കാൻ നോക്ക്. നീ വെറുതെ ആവശ്യമില്ലാതെ ഇതിനിടയിൽപ്പെട്ട് അരഞ്ഞു പോവേണ്ട. ശിവയുടെ പ്രായത്തിലും ശിവയുടെ മാജിക്കിലും ഒരിക്കലും നീ സംശയിക്കരുത്. എന്ത് ഇപ്പൊ രുദ്രയെ കോപ്പി ചെയ്യുകയല്ലേ? കോപ്പി കാറ്റ്. ശിവ ഇപ്പൊ മാജിക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ
പറയൂ ലൗഡ് സ്പീക്കർ, ഇനി എന്താ പറയുന്നത്? ശിവ ഇല്ലെങ്കിൽ പിന്നെ രുദ്രവൊന്നുമല്ല. ലൗഡ് സ്പീക്കർ നീയാണ് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കർ നീയാണ്. നീ അഹങ്കാരിയാ. നീയാണ് അഹങ്കാരി. നീയാണ് അഹങ്കാരി. നീയാണ് അഹങ്കാരി. നീയാണ് ചേട്ടൻ. ഇനി അവന്റെ പവർ നഷ്ടപ്പെടുന്നവരെ എനിക്ക് എന്റെ പവർ അനക്കാൻ പറ്റില്ല. മുത്തശ്ശന്റെ പവറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ലോർഡ് റിസയിൽ നിന്ന് എല്ലാ പവറും തിരികെ എടുത്ത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കാമായിരുന്നു. രുദ്ര, നീ എന്നെ ആവശ്യപ്പെടുന്ന സമയത്ത് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? മുത്തശ്ശ, പക്ഷെ മുത്തശ്ശന്റെ പവേഴ്സ് ജയസിംഗിന് മാത്രമേ ആ ശക്തി എങ്ങനെയാണെന്നറിയുള്ളൂ. തന്റെ ശരീരത്തിൽ പവറുകളുടെ ഒരു ചെറിയ റിസർവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സിറ്റുവേഷൻസിന് വേണ്ടിയാണത്. തന്റെ കഴിവുകളെ ഒരാൾ പറ്റിച്ച് നേടിയെടുക്കുമ്പോൾ ആ റിസർവ് ചെയ്തു വെച്ചിരിക്കുന്ന പവർ ഉപയോഗിക്കാനാവും. ഇപ്പോൾ എല്ലാവരുടെയും പവേഴ്സ് പ്രയോഗിക്കാനുള്ള സമയമാണ്. രുദ്ര, ശിവ, അവനെ മുകളിൽ തന്നെ നിർത്ത്. അവൻ താഴെ നിന്നാൽ അവന്റെ മേൽ പവറുകൾ പ്രയോഗിച്ചിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. Ibaiska, all power return. Boom, chick, chick, boom. Boom, chick, chick, boom. അരുത്! No! അരുത്! എന്റെ പവറുകളെല്ലാം ഇങ്ങനെ തിരിച്ചെടുക്കല്ലേ. വളരെ മികച്ച ഷോ രുദ്ര ശിവ. ഇന്റർ പ്ലാനറ്റ് പോലീസിനെ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞു. അവരിപ്പോ തന്നെ വരും. അക്കൽ സിംഗ് ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരോട് ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞങ്ങൾ ഇവരെ പിടിക്കാനായി എത്ര നാളായി നടക്കുന്നറിയോ? പക്ഷെ ഇവർ ഓരോ പ്രാവശ്യം രക്ഷപ്പെടുകയായിരുന്നു. കഠിനമായ ശിക്ഷയാണ് ഇനി ഇവന് ലഭിക്കാൻ പോകുന്നത്. ഇവൻ ഇനി ഒരിക്കലും സ്വതന്ത്രമായി നടക്കാൻ പോകുന്നില്ല. Come on, move. ഒരു മിനിറ്റ്. ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഏലിയൻസിന്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള എന്റെ ആഗ്രഹം മുഴുവനാവില്ല. Thank you, ശിവരുദ്ര. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. താങ്ക് യു ശിവരുദ്ര. നിങ്ങൾ രണ്ടുപേരും വളരെ ധീരമായാണ് പെരുമാറിയത്. ഞാനൊരു മാജിക് ആണ്. ഞാനാണ് മായാജാൽ. പേടിക്കൂ എന്നെ. ഞാനാണ് ഷാക്കാൽ. ഞാനൊരു മാജിക് ആണ്. ഞാനാണ് മായാജാൽ. പേടിക്കൂ എന്നെ. ഞാനാണ് ഷാക്കാൽ. ഇത് പറയുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ട്. അവന്റെ മുന്നിൽ വെച്ച് ഒന്നും തന്നെ പറയാനേ ആയില്ല. താങ്ക് യു ശിവരുദ്ര. ശിവ, നീ ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും ലോഡിസിയെ തോൽപ്പിക്കാൻ കഴിയില്ലായിരുന്നു. താങ്ക് യു. അല്ല, രുദ്രയില്ലായിരുന്നെങ്കിൽ ഇതിൽ ജയിക്കാനാവില്ലായിരുന്നു. ശിവയാണ് ചെയ്തത്. രുദ്രയാണ് ചെയ്തത്. ശിവയാ ചെയ്തത്. രുദ്രയാണ് ചെയ്തത്. ശിവ രുദ്ര. ശിവ രുദ്ര. ഇവര് രണ്ടുപേരും ഒരിക്കലും നന്നാവൂല. Watch India's largest kids library only on Jio Hotstar. Download the app now.